ഹലോ ഗൈസ്, ഗൗരി സിജി മാത്യൂസ് അവരുടെ പൊക്കിൾ കാണിക്കണു, അല്ലെങ്കിൽ അവരുടെ മുല കാണിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ചന്തി കാണിക്കുന്നു എന്നുള്ളതൊക്കെയാണ് പല ആളുകളുടെയും പ്രശ്നം. പക്ഷേ പല ആളുകളും ഇത് സീക്രട്ടായിട്ട് യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ അതുപോലെ ഫേസ്ബുക്കിലൊക്കെ പോയിട്ട് അവരുടെ എന്താ പറയുക പെയ്ഡ് ഫോട്ടോഷൂട്ടുകൾ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, കാശ് കൊടുക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ സദാചാരം വെച്ച് പറയുന്ന രീതിയിൽ ഇങ്ങനെ പറയും, ഓ അവൾ നല്ല ചെയ്യാൻ പാടില്ല എന്നൊക്കെ. അവരൊരു ഇൻ്റർവ്യൂ കണ്ട് ഗൈസ് ഷക്കീലയുമായിട്ടുള്ളത്. അപ്പോൾ ഷക്കീലങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ബിക്കിനി ഇട്ടിട്ടൊക്കെ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പൊതുവെ നമ്മുടെ ഇതിലെന്താ വെച്ചാൽ നമ്മുടെ സംസ്കാരത്തിനോട് ചേർന്ന് നിന്ന് ഷക്കീല നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്, ചോദ്യം ചോദിക്കുകയാണ്. ആരെ ക്രൂശിച്ചുകൊണ്ട് ബിക്കിനി ഇട്ടിട്ട് കുറച്ച് എക്സ്പോസ്ഡായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന, ഫോട്ടോസ് എടുക്കുന്ന, അത് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്ന ആരോട്? ഗൗരി സിജി മാത്യൂസിനെ കുറിച്ചിട്ടല്ലേ. അപ്പം ഞാൻ ആലോചിച്ചത് ഷക്കീല അല്ലേ. ഷക്കീലിന് ഒരു സമയത്ത് എന്താണ്, ഷക്കീലയുടെ ഒരു സിനിമ കാണുമ്പോൾ ബി ഗ്രേഡ് മൂവീസിലെ അയ്യോ നശിച്ചു പോയി, കുടുംബം പട്ടച്ചാരയും കൊണ്ടൊന്ന് നാറ്റിച്ചു, കുടുംബത്തിലേക്ക് പട്ടച്ചാരയും കൊണ്ട് നാറ്റിച്ചു എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു അല്ലേ. ആ കാലമൊക്കെ മാറി അല്ലേ. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ടൈമിൽ ഇതിനൊക്കെ വലിയ സംഭവങ്ങൾ ആളുകൾക്ക് കിട്ടുന്നുണ്ട്. ഒരു സമയത്ത് ഓർമ്മയുണ്ട് ഗൈസ്, മുത്തുച്ചിപ്പി പോലുള്ള കഥകളും സംഗതികളൊക്കെയാണ് ഒരു സമയത്ത് ട്രെൻഡ് ആളുകൾക്ക് ഉണ്ടായിരുന്നില്ലേ. ഇപ്പോൾ ആളുകൾക്ക് ഇതൊക്കെ നല്ല VPN അങ്ങനെ കുറേ പരിപാടികളും സംഗതികളൊക്കെ ആയിട്ട് പല രാജ്യങ്ങളിലേക്ക് ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങി. എല്ലാവരും അത് കാണാണ്ട് വളരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ ഷക്കീല ആരുടെ ഭാഗത്ത് നിന്നിട്ട് സദാചാരം വെച്ചിട്ടാണ് ഗൗരി സിജി മാത്യൂസിനെ ഇങ്ങനെ ഉപദേശിച്ച് നന്നാക്കുക എന്നുള്ള വല്ലായിരുന്നു ഗൈസ്. ഷക്കീലിനെ ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ, ഗൗരി സിജി മാത്യൂസിനെ കുറ്റം പറയില്ല. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമത്തിനനുസരിച്ച് ആർക്കും എന്തും ചെയ്യാൻ സാധിക്കും ഗൈസ്. ഓക്കെ, എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്, അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, അതേപോലെ അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സംഗതികളൊക്കെ ഉണ്ട്. ഇവിടെ ആളുകൾ എങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യണോ, മോഡലിംഗ് ചെയ്യണോ, അഭിനയിക്കണോ, തലകുത്തി മറിയണോ എന്നൊക്കെ അവരുടെ ഇഷ്ടമാണ്. നമ്മൾ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പടിച്ച് പോവുക, അത്രയേ ഉള്ളൂ സംഗതി. എന്തിനപ്പോൾ ഇതിൻ്റെ ഇതിൽ സദാചാരം പറ്റിങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ഒരു കാര്യം വിട്ടെ, അവർ പറയുന്നുണ്ട് അവർ നേഴ്സായിരുന്നു, വളരെ ഒരുപാട് കാശ് കിട്ടിയ രീതിയിൽ, ലൈഫ് സെറ്റാവുന്ന രീതിയിൽ, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു നേഴ്സായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പാഷൻ എന്തായിരുന്നു വെച്ചാൽ മോഡലിംഗ് ആയിരുന്നു. അവർ മോഡലിംഗ് വന്നു സാരി എടുത്തിട്ട് അവർ പറയുന്നുണ്ട്, സാരി എടുത്തിട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തത് കാണാൻ ഒരു പട്ടിച്ചാത്തനും ഇല്ല. അപ്പോൾ ബിക്കിനി ഇട്ടിട്ടോ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടാകുമ്പോൾ ആളുകൾ വരുന്നുണ്ട്, എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് മാത്രമുള്ള ഫോട്ടോസ് കിട്ടുന്നത് കാണാൻ ആളുകളുണ്ട്. ഒരു ഫോട്ടോ 150 രൂപ, 500 രൂപ, 1000 രൂപയ്ക്ക് പോലും ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ ആളുകൾ കാണാനുണ്ട്. ഇത് പർച്ചേസ് ചെയ്യാൻ ആളുകളുണ്ട്. കണ്ട് മൃതി ഒന്നും അടയില്ല, എന്തെങ്കിലും കുൽസിതം പോലെയൊക്കെ രീതിയിൽ എടുക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതിനിപ്പോൾ എന്താ പ്രശ്നം? ഒരു സാധനം വാങ്ങാൻ ആളുണ്ടെങ്കിൽ വിൽക്കാനും ആളുണ്ടായിരിക്കും. ഇതൊരു തരം ബിസിനസ്സാണ്, മോഡലിംഗ് ബിസിനസ്സാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരുടെ ഭാഗത്താണ് ഗൈസ്, വേണ്ടവർ കണ്ടാൽ മതി. പിന്നെ നല്ല പലരും പറയുന്നുണ്ട്, അതിൻ്റെ താഴെ വന്നിട്ട് പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വല്ല കൂലിപ്പണിക്ക് പോയിക്കൂടെ, എന്താണ് പഞ്ചായത്ത് പണിക്ക് പോയിക്കൂടെ, അയൽക്കൂട്ടം പണിക്ക് പോയിക്കൂടെ എന്നുള്ള സംഭവം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അവർ പറയുന്ന ഒരു സംഗതിയാണ്, ഇഷ്ടംപോലെ സെക്സ് വർക്കേഴ്സ് കാണുമല്ലോ എറണാകുളത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾ ഇതുപോലെ വർത്തമാനം പറയും, അവരതിൽ കംഫർട്ടബിൾ ആണെന്ന്. അതിൽ ഞാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ. അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അതിനെ ഇൻട്രസ്റ്റ് ആയ ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ സ്വന്തം താല്പര്യപ്രകാരം അങ്ങനെ വരുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കുന്ന കേസ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് അത് അവരുടെ ജീവിതം തള്ളിയിക്കാൻ വേണ്ടിയുള്ളൊരു സംഗതിയാണത്. അപ്പോൾ അതുപോലെ കമ്പയർ ചെയ്യില്ല. അത് ഗൗരി സിജി മാത്യൂസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ കേസിയും പറയുന്നത്. ഞാൻ അവരുടേതാ പറയുന്നത്. ഞാൻ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് അവരുടേതായ സ്വാതന്ത്ര്യ അവകാശങ്ങളൊക്കെ ഉണ്ട്, അവരുടേതായ പാഷൻസൊക്കെ ഉണ്ട്. പിന്നെ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്രൂവലാണ് പലർക്കും. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, എല്ലാവർക്കും വളരെ ക്രൂവലാണ്. ഒരുത്തനും 1 രൂപ കൊണ്ടുവന്ന് തരില്ല. ഈ കുറ്റം പറയുന്ന ആളുകളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സാരി എടുത്ത് ഇങ്ങനെ വെക്കുന്നു, ഇത് ആളുകൾ കാണും തോന്നുന്നുണ്ടോ? പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ആളുകൾക്ക് വേണമെന്നില്ല ഗൈസ്. അപ്പോൾ ഗൗരി സിജി മാത്യൂസ് ക്വാളിറ്റി ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഷീസ് എ സൂപ്പർ മോഡൽ. അവർക്കറിയാം എന്ത് ഈ നാട്ടിൽ ചിലവാകുന്നു, അതവർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞു അവരുടെ ബിസിനസ്സാണ്, അവരുടെ പാഷനാണത്. ഒരു മാസം അപ്പം ഞാൻ പറഞ്ഞില്ലേ, അവർ ആ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് മോഡലിനെ ഇറങ്ങിയിറങ്ങി. അപ്പോൾ അവർക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ അവർ കുറച്ച് വയസ്സാവുന്ന സമയത്ത് അവർക്ക് ജീവിക്കണമെങ്കിൽ കാശ് വേണ്ടേ? ഇങ്ങനെയൊക്കെ തന്നെ കാശുണ്ടാക്കുക. ഞാനെൻ്റെ ചെറിയ കാര്യങ്ങൾ വിട്ടേ കേസ്. നമ്മളിപ്പോൾ എന്ത് കാര്യം, ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ കാര്യം തന്നെ ഉണ്ടാക്കുക. എൻ്റെ യൂട്യൂബ് അത്ര അടിപൊളി സംഭവമൊന്നുമില്ല കേട്ടോ, പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള നല്ല രസമായിട്ട് ചെയ്യുന്ന വീഡിയോസിനൊക്കെ വ്യൂസ് കുറവാണ്. കുൽസിതോ എന്തെങ്കിലും കൊനിഷ്ഠ രീതിയിലോ നെഗറ്റീവ് സാധനമാണെങ്കിൽ കാണാൻ ആൾക്കാരുണ്ട്.
അതേപോലെ തന്നെ ഒരു പകുതി എക്സ്പോസ്ഡ് ആയിട്ടൊക്കെ 3/4 എക്സ്പോസ്ഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് കാണാൻ ആളുകളുണ്ട് ഗൈസ്. അവരങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാനൊക്കെ മുമ്പ് തമാശക്ക് ഇങ്ങനെ പറയുന്നത് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ തുണി വെച്ചിട്ട് തുള്ളണ്ട് വരുന്നു, എന്നാലും ഇത് കാണുന്നുണ്ടാവില്ല ആൾക്കാർ. പിന്നെ ആൾക്കാരിങ്ങനെ പലതും കുറ്റം പറയുന്നതായിരിക്കും, നെഗറ്റീവ് പറയുന്നുണ്ടായിരിക്കും, ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ടായിരിക്കും, നമ്മുടെ വീട്ടുകാർ, അതേപോലെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും. ചിലപ്പോൾ ഒരാളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരിക്കും. പക്ഷേ ഇത് കാണാൻ സ്ട്രേഞ്ചേഴ്സ് പല ആളുകളും ഉണ്ട്. ഇതിനെ ആ ഒരു രീതിയിൽ കുറച്ച് മോഡേൺ രീതിയിൽ കാണുന്ന ആളുകൾക്ക് ഇത് ഒരു ഫ്രീഡം, ഒരാളുടെ ഇൻഡിവിജ്വൽ ഫ്രീഡം, ഇൻഡിവിജ്വൽ ചോയ്സ്, ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ഇതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നോക്കുക. അവർക്ക് അവരുടേതായ ഒരു ഇതുണ്ട്. അവരിപ്പോൾ അങ്ങനെ ചെയ്യുന്നുള്ളതുകൊണ്ട് അവർ ഇപ്പോൾ അവരെ സ്ലട്ട് ഷെയിം ചെയ്യുന്ന ആളുകളുണ്ട്. അവർ എക്സ്പോസ്ഡ് ആയിരിക്കണം, അതുകൊണ്ട് മറ്റേ പൊക്ക് കേസാണെന്നൊക്കെ. എന്ത് ലോകത്താണ് ആളുകൾ ജീവിക്കുന്നത് മനസ്സിലാവാത്തത്. ഒരാളുടെ ഡ്രസ്സിങ്ങോ അവരുടെ ഒരു മോഡലിങ്ങിലോ ഒരു പ്രൊഫഷനോ അവരുടെ ഒരു ഫോട്ടോ വീഡിയോ കണ്ടിട്ട് അവരങ്ങനെയെന്ന് പറയാൻ പറ്റും. അവർക്ക് ഇവിടെ അവരുടേതായ രീതിയിൽ ഡിഗ്നിറ്റി ഉണ്ട്, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അംഗീകരിക്കുക. നമ്മളെല്ലാം തികഞ്ഞവരാണല്ലോ. ഞാൻ കാര്യം പറ്റേ, ഈ ഇങ്ങനെ വന്നിട്ട് എല്ലാവരും കൂടിയിട്ട് അവൾ മോശമാണ് അവൻ മോശമാണെന്ന് പറഞ്ഞിട്ട് പച്ചത്തെറി വിളിക്കുന്ന ആളുകൾ, ഇതേ ആളുകൾ വലിയ ഊളത്തരങ്ങൾ, വലിയ കുൽസിതങ്ങളിലൊക്കെ പോകുന്ന കുറേ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോൾ ഒരാളെ നമ്മൾ ഉപദേശിക്കുമ്പോൾ നമ്മൾ അടിപൊളിയാണോ എന്ന് കൂടി നോക്കുക. അടിപൊളിയായിരിക്കും തോന്നുന്ന കേസ്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ പുരോഗമനപരമായി ചായച്ചര കേരളം ഊളത്തരങ്ങൾ അല്ലേ. അപ്പോൾ ഗൗരി സിജി മാത്യൂസ് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലായിട്ടും മുന്നോട്ട് പോകാം. നിങ്ങളെ കാണാൻ കേൾക്കാനും ഇനിയും കുറേ ആളുകളുണ്ട് ഗൈസ്. ഇത് സന്തോഷിക്കാൻ ഇഷ്ടപ്പെടാനൊക്കെ കുറേ ആളുകളുണ്ട്. നിങ്ങൾ ഇനിയും കൂടുതൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തലകുത്തി മറിയേ, തലകുത്തി നിൽക്കുക, ഓടുക, ചാടുക, കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഇടണം, ഫോട്ടോസ് ഇടണം തോന്നുന്നു ചെയ്യുക, കാശുണ്ടാക്കുക. ഇതൊന്നും ഒരു വിഷയമല്ല. ഇവിടെ ഓരോ രാജ്യത്തിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തി സ്വാതന്ത്ര്യ അവകാശങ്ങളും പിന്നെന്താന്ന് പറഞ്ഞു ചോയ്സും ഇഷ്ടമുള്ള ജോലി ചെയ്യാനും ഒക്കെ ഉള്ള സംഗതി ഇവിടെ ഉണ്ട്. ഒരു എരപ്പാളിച്ചിയുടെയും വർത്താനം കേൾക്കേണ്ട കാര്യങ്ങൾക്കില്ല. ഇപ്പോൾ അവർ പറയുന്നുണ്ട്, അവരുടെ ഒരു വീഡിയോ അവരച്ഛൻ ഗൾഫിൽ റിയാദിൽ അവിടെ 12 വർഷം വർക്ക് ചെയ്ത ആളായിരുന്നു. അവർ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയിട്ട് നൈബറോ ആരോ ഇവരുടെ ഒരു ലെസ്ബിയൻ ഫോട്ടോഷൂട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അച്ഛൻ വന്നിട്ട് ഒരു ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ നന്നായിട്ടുണ്ട് മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ആളുണ്ട്. ചിലർക്ക് അയ്യോ നമ്മുടെ സംസ്കാരത്തിനെതിരാണ്, കുടുംബ ബന്ധങ്ങൾക്കെതിരാണ്, ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നാശമായി പോകുന്നൊക്കെ. അങ്ങനെ നാശമായി പോകുന്നവരല്ലോ, നാശാവട്ടെ എങ്കിൽ. എനിക്കിത് അറിയാത്തതുകൊണ്ടാണ്. ഭൂലോക ഉടായ്പകൾ ഇവിടെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണിത്. ചില ആളുകൾ പോൺ ഫിലിമിൽ, അതല്ല, അത് നിയമപരമായിട്ട് വേറെ സംഗതിയാണ്. ബി ഗ്രേഡ് മൂവീസിലൊക്കെ അഭിനയിച്ചിട്ട് ജീവിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഞാൻ ഇനി പേര് പറയണോ? ഞാൻ വേണ്ട. അങ്ങനെ ആളുകൾ വെക്കണം. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. നിയമപരമായി ഓക്കെ ആണെങ്കിൽ എന്തും ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് ഗൈസ്. എന്താ ചെയ്യാം. ഇതിൻ്റെ വേറെ കാര്യമുണ്ട്. ചേതോമോനാൻ മറ്റേ അതിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്ത ടീംസുള്ള സമൂഹമാണിത്. അതിന് സപ്പോർട്ട് ചെയ്യുക ആൾക്കാരുണ്ടായിരുന്നു. എന്താ ചെയ്യുക, കാണാത്തവർ കാണണ്ടടോ, അത്രയേ ഉള്ളൂ. നിയമപരമായി ഓക്കെ ആണോ ചെയ്യുക, അത്രയേ ഉള്ളൂ.